ഡാ എന്തോന്നടാ ഇത്? ഇങ്ങനെ കുടിച്ച് നിന്റെ കൂമ്പ് പാടിപ്പോടാ. ഒരു മയത്തിലൊക്കെ വേണം. പോടാ, ആണുങ്ങളെ രണ്ടെണ്ണമൊക്കെ അടിക്കും. ഞാൻ എന്താ വരുന്നു മമ്മി? പൈസ എന്തിനെ? ആ, എനിക്ക് ഒരിടം വരെ പോണം. നിനക്ക് ദിവസവും പൈസ. നീ ഇന്നലെ പൈസ വാങ്ങിച്ചോണ്ടല്ലേ പോയത്? എനിക്ക് പൈസ തരാൻ പറ്റുമോ? നിനക്ക് ചോദിക്കുമ്പോ എവിടുന്ന ഈ പൈസ ഉണ്ടാകുന്നത്? എന്തൊരു കഷ്ടമായി ഇവന്റെ കാര്യം. ഫെലിക്സേ, നീ ഇവിടെ നിൽക്കണേ, സംസാരിക്കാനുണ്ട്. മോനെ സാം എന്തിയേ? അവൻ വീട്ടിലില്ലേ? അവന് പള്ളിയിലോട്ട് വരാൻ മാത്രം സമയമില്ല. നേരം വെളുക്കുമ്പോ ഇറങ്ങി പോകുന്നു. എവിടെ പോകുന്നു, എന്തിനാ, നമ്മൾ അതൊന്നും ചോദിക്കാൻ പാടില്ല. പാരാത്രിയാകുമ്പോ കയറി വരും. ഞാനൊരു സാധാരണ അമ്മയാ മോനെ. അവന്റെ കാഴ്ചപ്പാടുകൾക്കൊത്തൊന്നും എനിക്ക് വളരാൻ പറ്റില്ല. എവിടോട്ടാടാ പോയെന്ന് ചോദിച്ചാൽ അവന് ഇഷ്ടപ്പെടത്തുമില്ല. ഇതൊന്നും ശരിയാകില്ല. ഏത്? അല്ല, നിന്റെ അമ്മ പറഞ്ഞതൊക്കെ ശരിയല്ലേ? എനിക്കങ്ങ് ഫീലായടാ. നീ അത് വിട്ടിട്ട് ഇതിന്റെ കാര്യം ഒന്ന് പറയടേ. കുറച്ച് നാളായി ഇവളുടെ പുറകെ നടക്കാൻ തുടങ്ങി. നീ ആദ്യം ഇതൊന്ന് ശരിയാക്കി. അവളെന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ നിന്റെ കാര്യം ഒന്ന് സംസാരിച്ചു നോക്കാം. നീ ആദ്യം നല്ല ലുക്കിലൊക്കെ ഒന്ന് വാടേ, ബാക്കി നമുക്ക് നോക്കാം. ജീവനെ സുന്ദരി കണ്ണാളൊരു சேதி சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜன்மமே கொண்டேன் அதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினாள் ഹലോ ഹലോ ഏഞ്ചൽ, ഞാൻ സാമ. നാളെ നമുക്ക് ഒരുമിച്ച് ലഞ്ച് ആയാലോ? നാളെയോ? അയ്യോ, നാളെ പറ്റത്തില്ലല്ലോ. അയ്യോ, നീ അങ്ങനെ പറയല്ലേ. നീ എങ്ങനെയല്ലോ ഒന്ന് വാ. ഒറ്റയ്ക്ക് വേണ്ട, വേണമെല്ലാരും കുടിക്കൂ. നാളെയല്ലേ? നാളെ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ വിളിക്കാം. ആ ശരി, ഓക്കെ. അവള് വരുന്നു. ഹായ്. ഹായ്. സാമിനോട് കുറച്ച് സംസാരിക്കാൻ ഒന്ന് വരുമോ? സാം, എനിക്ക് വളരെ അത്യാവശ്യമുള്ളതുകൊണ്ട് ചോദിക്കുക. ഒരു 5000 റുപ്പീസ് കടം തരാൻ പറ്റുമോ? ഒരാഴ്ചക്കകം മതിയാവൂല്ലേ? ഞാൻ തരാം. 2000 രൂപയുണ്ടോ കയ്യില്? അവൾക്ക് കൊടുക്കാനാ. നമുക്കിടയിൽ കറങ്ങാനുള്ളതും സാധനം വാങ്ങിക്കാനുള്ള കാശ് എന്റെ ഉള്ളൂ. കുഴപ്പമില്ല.
ചേച്ചി ഒരു പാക്കറ്റ് കിങ്സ്. അല്ലെങ്കിൽ വേണ്ട ചേച്ചി. അമ്മേ, എനിക്കൊരു 5000 രൂപ തരാമോ? എന്തിനെ? നിനക്ക് ചോദിക്കുമ്പോ പൈസ എടുത്തെടുത്ത് ഇവിടെ ചെലവിന് പോലും തികയുന്നില്ല. നിനക്ക് തൂർത്തടിക്കാൻ കൊണ്ട് പൈസ എവിടുന്ന് വരുന്നു എന്ന ബോധം നിനക്കില്ല. നിന്റെ പപ്പ എന്നെ എന്നും വഴക്ക് പറച്ചില്ല. നീ പഠിക്കുന്നുണ്ടോ, നീ കോളേജിൽ പോകുന്നുണ്ടോ, ഇതൊക്കെയാ ചോദിക്കുന്നത്. ഇതാ 5000 രൂപയുണ്ട്. ഓ താങ്ക്സ്. പെട്ടെന്നൊരു അത്യാവശ്യം വന്നതുകൊണ്ടാ. ഫ്രീ ആണോ? നമുക്കൊരിടം വരെ പോയാലോ? പിന്നെന്താ? നിനക്ക് ഇങ്ങനത്തെ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ? സിസ്റ്റർ, ഇന്നത്തെ ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സാം ആണ്. ഞാനോ? വാ സാം, പോകാം, കുറച്ച് സംസാരിക്കാനുണ്ട്. നീ തന്ന 5000 രൂപയില്ലേ, അത് ഞാൻ ഇവിടെയാ കൊടുത്തേ. അനാവശ്യമായി ചെലവാക്കാൻ വെച്ചിരുന്നതല്ലേ, അത് ഇവർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ. നീ എങ്ങനെ ഇവിടെ? സാമേ, അന്ന് നിന്റെ അമ്മ ഉപദേശിച്ചെന്ന് പറഞ്ഞില്ലേ? അന്നേ ഞാൻ വിചാരിച്ചതാ ഇവനെ നന്നാക്കുമെന്ന്. അതിന് ഇതൊക്കെ എന്തിനാ? വാ പറയാം. എടാ, നമ്മൾ എത്ര രൂപയാണ് അനാവശ്യമായി ചെലവാക്കുന്നത്. ഇതിന്നൊരു മാറ്റം വരാൻ നിന്റെ അമ്മയുടെ ഏഞ്ചലിനെ സഹായം തേടേണ്ടി വന്നു. നമ്മൾ ഓരോ വട്ടം അനാവശ്യമായി ചെലവാക്കുമ്പോൾ ഒന്ന് ചുറ്റും നോക്കുക. നിരാലംബരായ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത ഒട്ടനേകം പേരെ ഈ ലോകത്ത് കാണാം. നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേടാ ഇത്. നമ്മുടെ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്കും പരിശ്രമിക്കും.